അതീവ ഗൗരവമുള്ളൊരു കാര്യമാണ് ആദ്യമേ തന്നെ പങ്കുവെക്കാനുള്ളത്. തിരുവനന്തപുരം ജില്ലയിലെ ചില പ്രദേശങ്ങൾ അതീവ ഗുരുതരമായ സാഹചര്യമാണ് നേരിടുന്നത്. ഇവിടെ തീരമേഖലയിൽ അതിവേഗത്തിൽ രോഗവ്യാപനം ഉണ്ടാവുകയാണ്. കരിങ്കുളം പഞ്ചായത്തിൽ പുല്ലുവിളയിൽ 97 സാമ്പിളുകൾ പരിശോധിച്ചപ്പോൾ 51 പേര് ഇന്ന് പോസിറ്റീവായി. പൂന്തുറ ആയുഷ് കേന്ദ്രത്തിൽ 50 പേർക്ക് നടത്തിയ ടെസ്റ്റിൽ 26 എണ്ണം പോസിറ്റീവായി. പുതുക്കുറിശ്ശിയിൽ 75 സാമ്പിളുകൾ പരിശോധിച്ചപ്പോൾ 20 എണ്ണം പോസിറ്റീവായി വന്നു. അഞ്ചുതെങ്ങിൽ 83 സാമ്പിളുകൾ പരിശോധിച്ചപ്പോൾ 15 പോസിറ്റീവ്. ഇപ്പോൾ രോഗവ്യാപനം തീവ്രമായതിൻ്റെ ലക്ഷണമാണിത്. പൂന്തുറ, പുല്ലുവിള മുതലായ പ്രദേശങ്ങളിൽ സാമൂഹ്യ വ്യാപനത്തിലെത്തി എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഈ ഗുരുതരമായ സ്ഥിതിവിശേഷം നേരിടുന്നതിന് എല്ലാ സംവിധാനങ്ങളെയും യോജിപ്പിച്ച് മുന്നോട്ട് പോകാനാണ് സർക്കാർ നടപടികൾ സ്വീകരിക്കുന്നത്. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നതിന് മുൻപ് ഇന്നത്തെ പൊതുചിത്രം പറയാം. ഇന്ന് 791 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. ഇതുവരെ രോഗം സ്ഥിരീകരിച്ചവരുടെ എണ്ണം 11,066. 532 പേർക്കാണ് ഇന്ന് സമ്പർക്കത്തിലൂടെ രോഗം ബാധിച്ചത്. 791-ൽ 532 പേര് സമ്പർക്കത്തിലൂടെയുള്ളതാണ്. അതിൽ 42 പേരുടെ ഉറവിടം വ്യക്തമായിട്ടില്ല. വിദേശത്ത് നിന്ന് 135 പേര്, മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് 98 പേര്, ആരോഗ്യ പ്രവർത്തകർ 15, ITBP 1, BSF 1, KSC 7. ഇന്ന് കോവിഡ് മൂലം ഒരു മരണം റിപ്പോർട്ട് ചെയ്തു. തൃശ്ശൂർ ജില്ലയിലെ പുല്ലൂർ സ്വദേശി ഷൈജു ആണ് മരിച്ചത്. ജൂലൈ 14 ആത്മഹത്യ ചെയ്ത കുനിശ്ശേരി സ്വദേശി മുരളി, അദ്ദേഹത്തിൻ്റെ ശവപരിശോധനാ റിപ്പോർട്ട് കോവിഡ് പോസിറ്റീവാണ്. സൗദിയിൽ നിന്ന് മടങ്ങിയതായിരുന്നു. പക്ഷേ കോവിഡ് മൂലം മരണപ്പെട്ടു എന്ന് പറയാൻ പറ്റില്ല. ആത്മഹത്യ ആയതുകൊണ്ട് കോവിഡ് മരണപ്പട്ടികയിൽ ആ പേര് ഉൾപ്പെടില്ല. ഈ രണ്ടുപേരുടെയും നിര്യാണത്തിൽ അനുശോചനം രേഖപ്പെടുത്തുന്നു. 133 പേരാണ് രോഗമുക്തി നേടിയത്. പോസിറ്റീവായവരുടെ ജില്ല തിരിച്ചുള്ള കണക്ക്: തിരുവനന്തപുരം 246, എറണാകുളം 115, പത്തനംതിട്ട 87, ആലപ്പുഴ 57, കൊല്ലം 47, കോട്ടയം 39, കോഴിക്കോട് 32, തൃശ്ശൂർ 32, കാസർഗോഡ് 32, പാലക്കാട് 31, വയനാട് 28, മലപ്പുറം 25, ഇടുക്കി 11, കണ്ണൂർ 9. നെഗറ്റീവായവരുടെ ജില്ല തിരിച്ച കണക്ക്: തിരുവനന്തപുരം 8, കൊല്ലം 7,
ആലപ്പുഴ 6, കോട്ടയം 8, ഇടുക്കി 5, എറണാകുളം 5, തൃശ്ശൂർ 32, മലപ്പുറം 32, കോഴിക്കോട് 9, വയനാട് 4, കണ്ണൂർ 8, കാസർഗോഡ് 9. കഴിഞ്ഞ 24 മണിക്കൂറിനകം 16,642 സാമ്പിളുകൾ പരിശോധിച്ചു. 1,78,481 പേരാണ് നിരീക്ഷണത്തിലുള്ളത്. 6,124 പേർ ആശുപത്രികളിൽ. ഇന്ന് മാത്രം 1,152 പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇപ്പോൾ ചികിത്സയിലുള്ളവർ 6,029. ഇതുവരെ ആകെ 2,75,900 സാമ്പിളുകളാണ് പരിശോധനയ്ക്കായി അയച്ചത്. ഇതിൽ 7,610 സാമ്പിളുകളുടെ ഫലം വരാനുണ്ട്. ഇതുകൂടാതെ സെന്റിനൽ സർവൈലൻസിൻ്റെ ഭാഗമായി മുൻഗണനാ ഗ്രൂപ്പുകളിൽ നിന്ന് 88,903 സാമ്പിളുകൾ ശേഖരിച്ചു. അതിൽ 84,454 സാമ്പിളുകൾ നെഗറ്റീവായി. സംസ്ഥാനത്തെ ഹോട്ട്സ്പോട്ടുകളുടെ എണ്ണം 285. ഇന്ത്യയിൽ 10 ലക്ഷത്തിലധികം കേസുകളാണ് ഇതുവരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഇന്നലെ മാത്രം 35,468 പുതിയ കേസുകൾ. മരണം 680 ഇന്നലെ. നമ്മുടെ അയൽ സംസ്ഥാനങ്ങളായ തമിഴ്നാട്ടിൽ 4,549 പുതിയ കേസുകളും 69 മരണങ്ങളും. കർണാടകയിൽ 4,169 പുതിയ കേസ്, 104 മരണങ്ങൾ. രാജ്യ തലസ്ഥാനമായ ഡൽഹിയിൽ 1,652 പുതിയ കേസ്, 58 മരണങ്ങൾ. ഇന്നലെ ഉണ്ടായതാണിതൊക്കെ. അപ്പോൾ എത്ര ഗുരുതരമായ സ്ഥിതിവിശേഷമാണ് നമ്മുടെ രാജ്യത്ത് തന്നെ പൊതുവിൽ നിലനിൽക്കുന്നത് എന്നാണ് ഇത് കാണിക്കുന്നത്. ഇവിടെയും നാം മറ്റൊരു ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. സംസ്ഥാനത്ത് ഗുരുതരമായ രോഗവ്യാപനം നിലനിൽക്കുന്ന ജില്ല എന്ന നിലക്ക് തിരുവനന്തപുരം ജില്ലയിൽ കൂടുതൽ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ജില്ലയിൽ ഇന്ന് പോസിറ്റീവായ 246 കേസുകളിൽ 2 പേർ മാത്രമാണ് വിദേശങ്ങളിൽ നിന്നെത്തിയവർ. 237 പേർക്ക് രോഗബാധ ഉണ്ടായത് സമ്പർക്കം മൂലമാണ്. 4 ആരോഗ്യ പ്രവർത്തകർ, 3 പേരുടെ ഉറവിടം അറിയില്ല. ഇത് അസാധാരണ സാഹചര്യമാണ്. തീരപ്രദേശങ്ങളിൽ പൂർണ്ണമായും ലോക്ക്ഡൗൺ പ്രഖ്യാപിക്കേണ്ടതായി വരും. ഇന്ന് അത് പ്രഖ്യാപിക്കുന്നില്ല, പക്ഷേ നാളെ അത് വേണ്ടി വരും. ഇത് ഫലപ്രദമായി നടപ്പാക്കുന്നതിന് തീരമേഖലയെ 3 സോണുകളായി തരംതിരിക്കുകയാണ്. അഞ്ചുതെങ്ങ് മുതൽ പെരുമാതുറ വരെയാണ് ഒന്നാമത്തെ സോൺ. പെരുമാതുറ മുതൽ വിഴിഞ്ഞം വരെ രണ്ടാമത്തെ സോൺ. വിഴിഞ്ഞം മുതൽ ഊരമ്പ് വരെ മൂന്നാമത്തെ സോണുമായിരിക്കും. സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാക്കുന്നതിന് പോലീസിൻ്റെ നേതൃത്വത്തിൽ പ്രത്യേക സംവിധാനത്തിന് രൂപം നൽകിയിട്ടുണ്ട്. ഈ സംവിധാനത്തിൻ്റെ ചുമതലയുള്ള സ്പെഷ്യൽ ഓഫീസർ തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ ബൽറാം കുമാർ ഉപാധ്യായ ആയിരിക്കും. ഇതിന് പ്രത്യേക കൺട്രോൾ റൂമുണ്ടാകും.
ആരോഗ്യവകുപ്പ്, പോലീസ്, കോർപ്പറേഷനും പഞ്ചായത്തും ഇവയെല്ലാം സംയുക്തമായാണ് പ്രതിരോധ പ്രവർത്തനം നടത്തുക. ഈ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകൾ കൂടിയുള്ള സംയുക്ത ആലോചനകളും പ്രവർത്തനങ്ങളുമാണ് നടക്കുക. എല്ലാ വിവരങ്ങളും കൺട്രോൾ റൂമിൽ ലഭ്യമാക്കും. അഞ്ചുതെങ്ങ് മുതൽ പെരുമാതുറ വരെയുള്ള മേഖലയുടെ ചുമതല ട്രാഫിക് സൗത്ത് SP B കൃഷ്ണകുമാറിനും വേളി മുതൽ വിഴിഞ്ഞം വരെയുള്ള മേഖലയുടെ ചുമതല വിജിലൻസ് SP KE ബൈജുവിനുമാണ്. കാഞ്ഞിരംകുളം മുതൽ പൊഴിയൂർ വരെയുള്ള മേഖല പോലീസ് ട്രെയിനിങ് കോളേജ് പ്രിൻസിപ്പൽ KL ജോൺകുട്ടിയുടെ നിയന്ത്രണത്തിലായിരിക്കും. 3 മേഖലകളിലേക്കും DYSPമാരെയും നിയോഗിച്ചിട്ടുണ്ട്. ജനമൈത്രി പോലീസ് ഉദ്യോഗസ്ഥരുടെ സേവനവും ഈ സംവിധാനം നടപ്പാക്കുന്നതിന് വിനിയോഗിക്കും. ജനമൈത്രി പോലീസ് രീതി നടപ്പാക്കലാണ് ഉദ്ദേശിക്കുന്നത്. ഇതോടൊപ്പം ഈ മുതിർന്ന ഉദ്യോഗസ്ഥർ വേറെയും ഉണ്ടാകും. ഈ സോണുകളിൽ ഓരോന്നിലും 2 മുതിർന്ന IAS ഓഫീസർമാരെ വീതം ഇൻസിഡൻറ്റ് കമാൻഡർമാരായി നിയമിക്കും. സോൺ 1 ഹരികിഷോർ UV ജോസ്, സോൺ 2 MG രാജമാണിക്യം ബാലകിരൺ, സോൺ 3 വെങ്കടേശപതി ബിജു പ്രഭാകർ. ഇതിനു പുറമെ ആവശ്യം വരികയാണെങ്കിൽ ശ്രീവിദ്യ, ദിവ്യ അയ്യർ എന്നിവരുടെയും സേവനം വിനിയോഗിക്കും. ഇതോടൊപ്പം ആരോഗ്യകാര്യങ്ങളെല്ലാം ആരോഗ്യവകുപ്പിൻ്റെ നേതൃത്വം തന്നെയാണ് നടക്കുക. ഓരോ ടീമിലും ബന്ധപ്പെട്ട ഡോക്ടർമാർ ഉണ്ടാവും അതിന് നേതൃത്വം കൊടുക്കാൻ. തീരമേഖലയിൽ അവശ്യ സാധനങ്ങൾ വിൽക്കുന്ന കടകൾ നിശ്ചിത സമയം തുറക്കും. മത്സ്യബന്ധനം സംബന്ധിച്ച് നിലവിലുള്ള നിയന്ത്രണങ്ങൾ തുടരും. അരിയും ഭക്ഷ്യധാന്യവും വിതരണം ചെയ്യുന്നതിന് സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെൻറ്റ് നടപടി സ്വീകരിക്കും. പൂന്തുറയിൽ പാൽ സംസ്കരണ യൂണിറ്റ് പ്രവർത്തിക്കുന്നുണ്ട്. ആ പ്രവർത്തനം തുടരും. ജില്ലാ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റി ലോക്ക്ഡൗൺ മാനദണ്ഡങ്ങൾ പ്രത്യേകമായി പ്രഖ്യാപിക്കും. ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെൻറ്റ് സെൻ്ററുകൾ സ്ഥാപിക്കുന്ന പ്രവർത്തനം ദ്രുതഗതിയിൽ പൂർത്തിയാക്കും. ഇത് സംസ്ഥാനത്താകെ ഈ പ്രവർത്തനങ്ങൾ നടക്കുകയാണ്. എന്നാൽ ഇവിടെ ഏറ്റവും പെട്ടെന്ന് ഇവ പൂർത്തിയാക്കാനുള്ള നടപടികൾ സ്വീകരിക്കും. കണ്ടെയ്ൻമെൻറ്റ് സോണുകൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ജനങ്ങൾ പുറത്തിറങ്ങരുത് എന്നുള്ളത് തന്നെയാണ്. അത്യാവശ്യ കാര്യങ്ങൾക്ക് മാത്രമേ യാത്ര പാടുള്ളൂ, അതേ അനുവദിക്കൂ. അവശ്യ സാധനങ്ങൾ ലഭ്യമാക്കാനുള്ള നടപടി എടുക്കുന്നുണ്ട്. തീരദേശത്ത് പൊതുവെ തീരദേശ മേഖലയിൽ ആളുകൾ സഞ്ചരിക്കും. ഈ പ്രത്യേക സാഹചര്യത്തിൽ ആ സഞ്ചാരവും ഒഴിവാക്കേണ്ടതായിട്ടുണ്ട്. കരിങ്കുളം ഗ്രാമപഞ്ചായത്തിൽ ഇന്ന് രാവിലെ 6 മണി മുതൽ ഒരാഴ്ചത്തേക്ക് സമ്പൂർണ്ണ ലോക്ക്ഡൗൺ ഏർപ്പെടുത്തിയിട്ടുണ്ട്. പുല്ലുവിളയിൽ സാമൂഹ്യ വ്യാപനം ഉണ്ടാവുകയും പഞ്ചായത്തിൽ 150-ലധികം ആക്റ്റീവ് കോവിഡ് കേസുകൾ നിലനിൽക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് തീരുമാനം വന്നിട്ടുള്ളത്. കഠിനംകുളം, ചിറയിൻകീഴ് ഗ്രാമപഞ്ചായത്തുകളിലെ എല്ലാ വാർഡുകളെയും കണ്ടെയ്ൻമെൻറ്റ് സോണായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം കോർപ്പറേഷൻ പരിധിയിലെ പൗടിക്കോണം, ഞാണ്ടൂർക്കോണം, കരകുളം ഗ്രാമപഞ്ചായത്തിലെ പ്ലാത്തറ, മുക്കോല, ഏണിക്കര ഈ വാർഡുകളെയും കണ്ടെയ്ൻമെൻറ്റ് സോണിൽ ഉൾപ്പെടുത്തി. പത്തനംതിട്ട ജില്ലയിൽ 87 പേർക്ക് രോഗം സ്ഥിരീകരിച്ചതിൽ 51 പേർക്ക് സമ്പർക്കം മൂലമാണ്. 5 പേരുടെ ഉറവിടം അറിയില്ല. കോവിഡ് രോഗവ്യാപനവുമായി ബന്ധപ്പെട്ട്
കുമ്പഴ ലാർജ് കമ്മ്യൂണിറ്റി ക്ലസ്റ്ററും തിരുവല്ലയിലെ തുകലശ്ശേരി ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്ലസ്റ്ററുമാണുള്ളത്. കുമ്പഴയിൽ 456 റാപ്പിഡ് ആൻറ്റിജൻ ടെസ്റ്റ് നടത്തിയതിൽ 46 പോസിറ്റീവ് കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. ആകെ 518 ആൻറ്റിജൻ ടെസ്റ്റുകളാണ് നടത്തിയത്. ഇതിൽ 73 പോസിറ്റീവായി. ആലപ്പുഴ ജില്ലയിൽ ഇന്നും സമ്പർക്കം മൂലം 46 പേർക്ക് രോഗം ബാധിച്ചിട്ടുണ്ട്. കായംകുളം, കുറത്തിക്കാട്, നൂറനാട്, പള്ളിത്തോട്, എഴുപുന്ന എന്നിവിടങ്ങളിലാണ് പ്രത്യേക ക്ലസ്റ്ററുകളായി കണ്ടെത്തിയിരിക്കുന്നത്. ഇവിടങ്ങളിൽ ആരോഗ്യ സ്ഥാപനം കേന്ദ്രീകരിച്ച് പ്രത്യേക നോഡൽ ഓഫീസർമാരെ നിയോഗിച്ചിട്ടുണ്ട്. കൺട്രോൾ റൂം സജ്ജീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. നൂറനാട് ITBP ക്യാമ്പിൽ രോഗവ്യാപന നിയന്ത്രണ പ്രവർത്തനങ്ങൾ സുഗമമാക്കാനായി 3 സ്കൂൾ കെട്ടിടങ്ങളും 3 ഹോസ്റ്റലുകളും ഏറ്റെടുത്തു. ITBP ഉദ്യോഗസ്ഥരുടെ ബാരക്ക് പൂർണ്ണമായി ഒഴിപ്പിച്ചു. വണ്ടാനം മെഡിക്കൽ കോളേജിൽ COVID-19 പരിശോധനയ്ക്ക് ലാബ് സജ്ജീകരിച്ചു വരികയാണ്. ഓട്ടോമാറ്റഡ് RNA എക്സ്ട്രാക്ഷൻ മെഷീൻ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് ലാബിൽ ഉടൻ പ്രവർത്തനക്ഷമമാകും. ഈ യന്ത്രം പ്രവർത്തനക്ഷമമാകുന്നതോടെ ദിവസേന കുറഞ്ഞത് 1000 പരിശോധനകൾ നടത്താനാകുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. ആലപ്പുഴ നാഷണൽ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ സാങ്കേതിക സഹായത്തോടെയാണ് വണ്ടാനം മെഡിക്കൽ കോളേജിൽ ലാബ് സജ്ജമാക്കുന്നത്. വയനാട് ജില്ലയിൽ സമ്പർക്കത്തിലൂടെയുള്ള രോഗബാധയുണ്ടായത് 8 പേർക്കാണ്. ബത്തേരിയിലെ പബ്ലിക് ഹെൽത്ത് ലാബിൽ പുതിയ RT-PCR മിഷൻ എത്തിയിട്ടുണ്ട്. അടുത്ത ആഴ്ചയോടെ ഇവിടെ പരിശോധനകൾ നടത്താനാകും. എറണാകുളം ജില്ലയിൽ 3 ആക്റ്റീവ് ക്ലസ്റ്ററുകളാണ് ഉള്ളത്. ചെല്ലാനം, ആലുവ, കീഴ്മാട് എന്നിവ. എറണാകുളം മാർക്കറ്റിലെ രോഗവ്യാപനം നിയന്ത്രണ വിധേയമായിട്ടുണ്ട്. എന്നാൽ ഇന്ന് 115 കേസുകൾ പോസിറ്റീവായതും അതിൽ 76 സമ്പർക്കത്തിലൂടെ വന്നതാണ് എന്നതും ആശങ്ക ഉളവാക്കുന്നതാണ്. ജില്ലയിൽ ശക്തമായ നിയന്ത്രണം തുടരും. ചെല്ലാനം പഞ്ചായത്തിൽ സെൻറ് ആൻ്റണീസ് പള്ളിയോട് ചേർന്നുള്ള ഹാളിൽ തയ്യാറാക്കുന്ന FLTC ഇന്ന് വൈകിട്ടോടുകൂടി പ്രവർത്തനം ആരംഭിക്കാൻ സാധിക്കും. കണ്ണൂരിൽ സമ്പർക്കം വഴിയുള്ള രോഗബാധയുടെ പശ്ചാത്തലത്തിൽ രോഗവ്യാപനം തടയുന്നതിൻ്റെ ഭാഗമായി കൂത്തുപറമ്പ്, പാനൂർ, ന്യൂമാഹി, ചുക്ലി പോലീസ് സ്റ്റേഷൻ പരിധിയിലെ പ്രദേശങ്ങൾ കണ്ടെയ്ൻമെൻറ്റ് സോണുകളായി പ്രഖ്യാപിച്ചു. ഇന്ന് 9 പേർ മാത്രമാണ് രോഗബാധിതർ. ഒരാളുടെ ഉറവിടം വ്യക്തമായിട്ടില്ല. ഡ്യൂട്ടി കഴിഞ്ഞ് വീടുകളിൽ ക്വാറന്റൈനിൽ കഴിയുന്ന ആരോഗ്യ പ്രവർത്തകരോട് അയൽവാസികളും ചില നാട്ടുകാരും മോശമായി പെരുമാറുന്നതായി പരാതി ഉയർന്നിട്ടുണ്ട്. ഒറ്റപ്പെടുത്തുകയും കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നതായാണ് പരാതി. ഇത് സാധാരണ നിലക്ക് ചെയ്യാൻ പാടില്ലാത്തതാണ്. ഒരു സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനമായിട്ട് തന്നെ കണക്കാക്കേണ്ടതായിട്ട് വരും. കാരണം ഇവർ ചെയ്യുന്നത് ഏറ്റവും വലിയ മനുഷ്യ സേവനമാണ്. ഈ കുറ്റപ്പെടുത്തുന്നവർക്ക് രോഗം വന്നാലും നാളെ ഇവർ തന്നെയാണ് ചികിത്സിക്കേണ്ടത്, ഇവർ തന്നെയാണ് പരിചരിക്കേണ്ടത്. അപ്പോൾ അവരെന്തോ അവർക്ക് വേണ്ടിയൊരു കാര്യം ചെയ്യല്ല, നാടിനു വേണ്ടിയാണ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കണം. അനാവശ്യമായി അവിവേകം കാണിക്കാൻ
ആരും തയ്യാറാകരുത്. അങ്ങനെ തയ്യാറാകുന്നവരെ പിന്തിരിപ്പിക്കാൻ നാട്ടുകാർ പൊതുവിൽ ഇടപെടുന്ന സ്ഥിതി ഉണ്ടാവണം. തൃശ്ശൂർ ജില്ലയിൽ കണ്ടെയ്ൻമെൻറ്റ് സോണുകളുടെ എണ്ണം 12ആയി. ഇതുവരെ 202 പേരിൽ ആൻറ്റിജൻ പരിശോധന നടത്തി. ഒരാൾ മാത്രമാണ് പോസിറ്റീവ്. കോഴിക്കോട് ജില്ലയിൽ സമ്പർക്ക രോഗവ്യാപനം സ്ഥിരീകരിച്ച 7 ക്ലസ്റ്ററുകളാണുള്ളത്. ഇതിൽ തൂണേരി, നാദാപുരം ഗ്രാമപഞ്ചായത്തുകളുടെ കാര്യം ഇന്നലെ തന്നെ പറഞ്ഞാണ്. കൂടുതൽ പോസിറ്റീവ് കേസുകൾ അവിടങ്ങളിലാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അഴിയൂർ, വാണിമേൽ, തൂണേരി, നാദാപുരം ഗ്രാമപഞ്ചായത്തുകളും വടകര മുനിസിപ്പാലിറ്റിയും കോഴിക്കോട് കോർപ്പറേഷനിലെ 11 വാർഡുകളും വില്യാപ്പള്ളി പഞ്ചായത്തിലെ 5 വാർഡുകളും പേരാമ്പ്ര ഗ്രാമപഞ്ചായത്തിലെ 3 വാർഡുകളും ചങ്ങരോത്ത് ഗ്രാമപഞ്ചായത്തിലെ 3 വാർഡുകളും കണ്ടെയ്ൻമെൻറ്റ് സോണുകളായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇടുക്കി ജില്ലയിൽ സമ്പർക്കം മൂലമുള്ള രോഗബാധ കൂടിയ സ്ഥലമായ രാജാക്കാട് ഇന്ന് 4 കോവിഡ് കേസുകളുണ്ട്. 2 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗബാധ. ഒരാളുടെ ഉറവിടം കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. 26 തദ്ദേശഭരണ സ്ഥാപനങ്ങളിലെ 115 വാർഡുകളാണ് കണ്ടെയ്ൻമെൻറ്റ് സോണായിട്ടുള്ളത്. കാസർഗോഡ് ജില്ലയിൽ 32 പേർക്ക് രോഗം സ്ഥിരീകരിച്ചതിൽ 22 സമ്പർക്കം മൂലമാണ്. അവിടെ പൊതുഗതാഗതത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തി. അതത് പ്രദേശത്തെ സാഹചര്യം അനുസരിച്ച് പോലീസായിരിക്കും ഗതാഗത നിയന്ത്രണം സംബന്ധിച്ച നടപടി സ്വീകരിക്കുക. ഓട്ടോ, ടാക്സി സ്റ്റാൻഡ് അനുവദിക്കില്ല. ഇതുവഴി സർവീസ് നടത്തുന്ന ഓട്ടോ, ടാക്സി വാഹനങ്ങളിലെയും അവരെ ഡ്രൈവറുടെയും യാത്രികരുടെയും സീറ്റുകൾ ഷീൽഡ് വെച്ച് പ്രത്യേകം വേർതിരിക്കുന്നതിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മലപ്പുറം ജില്ലയിൽ സമ്പർക്കത്തിലൂടെയുള്ള കേസുകൾ കുറഞ്ഞു വരുന്നുണ്ട്. ജില്ലയിൽ ഇന്നലെ 8 പേർക്കാണ് സമ്പർക്കത്തിലൂടെ രോഗം സ്ഥിരീകരിച്ചത്. ഇതിൽ 4 പേർക്ക് രോഗബാധയുണ്ടായതിൻ്റെ ഉറവിടം കണ്ടെത്തിയിട്ടില്ല. കൊല്ലം ജില്ലയിൽ ജൂലൈ 16-ന് 42 കോവിഡ് പോസിറ്റീവ് കേസുകളാണ് റിപ്പോർട്ട് ചെയ്തത്. 20 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗബാധ. ഇന്ന് 47 പേർക്ക് രോഗം സ്ഥിരീകരിച്ചു. ഇതിൽ 20 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ്. 9 പേരുടെ ഉറവിടം വ്യക്തമല്ല. പുതിയ ക്ലസ്റ്ററുകൾ രൂപപ്പെട്ടിട്ടില്ല. അഞ്ചൽ, ഏരൂർ, ഇടമുളക്കൽ, തലച്ചിറ, പൊഴിക്കര എന്നിവ നിലവിലെ ക്ലസ്റ്ററുകളാണ്. തെന്മല, മേലില ഗ്രാമപഞ്ചായത്തുകളും കണ്ടെയ്ൻമെൻറ്റ് സോണാക്കി. ക്ലസ്റ്ററുകൾ രൂപപ്പെടുന്ന സ്ഥലങ്ങളിൽ കൃത്യമായ ക്ലസ്റ്റർ കണ്ടെയ്ൻമെൻറ്റ് സ്ട്രാറ്റജി നടപ്പിലാക്കി രോഗവ്യാപനം തടയാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. ഇന്നലെ വരെയുള്ള കണക്ക് പ്രകാരം കേരളത്തിൽ നിലവിലുള്ളത് 10 ലാർജ് കമ്മ്യൂണിറ്റി ക്ലസ്റ്ററുകൾ ഉൾപ്പെടെ 84 ക്ലസ്റ്ററുകളാണ്. ഈ ക്ലസ്റ്ററുകൾ രൂപപ്പെട്ട സ്ഥലങ്ങളിലും രൂപപ്പെടാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിലും കേന്ദ്രീകൃതമായ രീതിയിൽ ലോക്ക്ഡൗൺ നടപ്പിലാക്കുകയും മറ്റ് പ്രതിരോധ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുന്നു. കോവിഡിനെക്കുറിച്ച് പ്രചരിക്കുന്ന വസ്തുതാവിരുദ്ധമായ ചില കാര്യങ്ങളെക്കുറിച്ച് ഇന്നലെ സൂചിപ്പിച്ചിരുന്നു. അപരിചിതമായ പ്രതിസന്ധികളെ നേരിടുമ്പോൾ ഇത്തരം കാര്യങ്ങൾ സ്വാഭാവികമാണ്. പ്രകൃതിയും
ആരോഗ്യവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ അശാസ്ത്രീയ മാർഗങ്ങളുടെ പിന്നാലെ പോകുന്നത് ഒരു പ്രവണത തന്നെയാണ്. പ്രതിവിധിയായി ശാസ്ത്രീയ പിൻബലമില്ലാത്ത മാർഗങ്ങളെയും ആശ്രയിക്കാറുണ്ട്. കോവിഡുമായി ബന്ധപ്പെട്ട് പരക്കുന്ന തെറ്റിദ്ധാരണകൾ നിരവധിയാണ്. വെറും ജലദോഷം പോലുള്ള ഒരസുഖമാണ് എന്നതാണ് ഒരു തെറ്റിദ്ധാരണ. രോഗപ്രതിരോധ ശക്തി ഉണ്ടാകണമെങ്കിൽ കൊറോണ വൈറസ് ശരീരത്തിൽ ആദ്യം പ്രവേശിക്കണമെന്ന് മറ്റൊരു തെറ്റായ പ്രചരണമുണ്ട്. കുട്ടികൾക്ക് താരതമ്യേന ദോഷകരമല്ല ഈ രോഗമെന്നതാണ് മറ്റൊരു തെറ്റായ പ്രചരണം. മികച്ച രോഗപ്രതിരോധ ശേഷിയുള്ളവരെ ഇത് ബാധിക്കുകയില്ല എന്ന് പറഞ്ഞ് നടക്കുന്നവരുണ്ട്. ജനസംഖ്യയുടെ ഒരു നിശ്ചിത ശതമാനത്തിനപ്പുറം രോഗബാധയുണ്ടാവില്ല എന്ന് പറയുന്നവരും ഒരിക്കൽ വന്ന് ഭേദപ്പെട്ടാൽ പിന്നെ സുരക്ഷിതമാണ് എന്ന് പ്രചരിപ്പിക്കുന്നവരും ഉണ്ട്. മറ്റൊരു കൂട്ടർ പറയുന്നത് ഇതര രോഗമുള്ളവർ മാത്രമേ കോവിഡ് മൂലം മരിക്കുകയുള്ളൂ എന്നാണ്. ഇതിലെല്ലാം നാം കൃത്യമായി ഓർക്കേണ്ടത് ഈ പ്രചാരണങ്ങൾക്കൊന്നും ശാസ്ത്രത്തിൻ്റെ പിൻബലമില്ല എന്നതാണ്. ഈ രോഗം ഭേദപ്പെടുത്താവുന്ന സ്പെഷ്യലൈസ്ഡ് മരുന്ന് ഇതേവരെ കണ്ടെത്തിയിട്ടില്ല. വാക്സിൻ വികസിപ്പിച്ചിട്ടുമില്ല. ഒരു വാക്സിൻ ഫലപ്രദമാണ് എന്ന് ഉറപ്പുവരുത്താൻ 12 മുതൽ 18 മാസം വരെ എടുക്കുമെന്നാണ് ശാസ്ത്രലോകം പറയുന്നത്. കോവിഡ്-19 ബന്ധപ്പെട്ട ഗവേഷണങ്ങൾ ആരംഭിച്ചിട്ട് 6 മാസമേ ആയിട്ടുള്ളൂ. അതായത് ഇനിയും സമയമെടുക്കുമെന്നർത്ഥം. അതിനു മുൻപ് തന്നെ വാക്സിനും മരുന്നുമൊക്കെ യാഥാർത്ഥ്യമാക്കാൻ ശാസ്ത്രലോകത്തിന് കഴിയട്ടെ എന്നാണ് നാം എല്ലാവരും ആഗ്രഹിക്കുന്നത്. ശാസ്ത്രലോകം അതിനുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുകയുമാണ്. അതിന് പിന്തുണ നൽകുകയാണ് ഉത്തരവാദിത്വമുള്ള ഏതൊരാളും ചെയ്യേണ്ടത്. അവരുടെ പ്രവർത്തനങ്ങളെ അട്ടിമറിക്കാൻ ഉതകുന്ന വിധത്തിൽ അശാസ്ത്രീയത പ്രചരിപ്പിക്കുന്ന ഒരിടപെടലും ആരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകരുത്. ജീവൻ്റെ വിലയുള്ള ജാഗ്രതയാണ് ഈ ഘട്ടത്തിൽ അനിവാര്യമായിട്ടുള്ളത്. അത് ഉൾക്കൊള്ളാത്ത ചില ദൃശ്യങ്ങളാണ് ഇന്നലെ വൈകുന്നേരം ചിലയിടങ്ങളിൽ കണ്ടത്. ചില സ്ഥലങ്ങളിൽ ജാഗ്രതയെ കാറ്റിൽ പറന്ന തരത്തിൽ തിക്കും തിരക്കുമുണ്ടായി. അതൊരിക്കലും ഉണ്ടാകാൻ പാടില്ലായിരുന്നു. പ്രതിരോധമാണ് പ്രധാനം. രോഗം വരാതിരിക്കാനാണ് നാം ശ്രമിക്കേണ്ടത്. ഇത് സ്വകാര്യ ബസ്സുകളിലും മറ്റും യാത്ര ചെയ്യുന്നവർക്കും ബാധകമാണ്. എറണാകുളത്തും വടക്കൻ ജില്ലകളിലും ബസ്സുകളിൽ അമിതമായി തിരക്കുണ്ടാകുന്നതായി റിപ്പോർട്ടുണ്ട്. ഇതൊക്കെ തടയാൻ നിയമ നടപടികളെ ആശ്രയിക്കുന്നതിന് പകരം ഓരോരുത്തരും ശ്രദ്ധിക്കുക എന്നത് തന്നെയാണ് മുഖ്യമായ കാര്യം. നമ്മുടെ ശ്രദ്ധ കൊണ്ട് എന്തൊക്കെ നേടാനാകും എന്നത് ഇന്ന് വന്ന ഒരു പഠനം തെളിയിക്കുന്നുണ്ട്. അമേരിക്കയിലെ സെൻറ്റർ ഫോർ ഡിസീസ് കൺട്രോൾ ആൻഡ് പ്രിവെൻഷൻ പുറത്തിറക്കിയ മോർബിഡിറ്റി ആൻഡ് മോർട്ടാലിറ്റി വീക്കിലി റിപ്പോർട്ടിലാണ് പ്രസക്തമായ ഒരു പഠന റിപ്പോർട്ടുള്ളത്. അത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ട ഒരു റിപ്പോർട്ടാണ്. മിസ്സൂറി സംസ്ഥാനത്തെ സ്പ്രിംഗ്ഫീൽഡ് നഗരത്തിലെ ഒരു സലൂണിൽ പണിയെടുത്ത കോവിഡ് ബാധിതരായ 2 ഹെയർ സ്റ്റൈലിസ്റ്റുകളെക്കുറിച്ചാണ് പഠനം. മെയ് പകുതിയോടെ കോവിഡ് ലക്ഷണങ്ങൾ പ്രകടിപ്പിച്ച ഇരുവരും രോഗബാധ സ്ഥിരീകരിക്കുന്നതുവരെ ജോലിയിൽ തുടർന്നു. ഇതിനിടയിൽ 139 പേരാണ് ആ സലൂണിലെത്തി ഇവരുടെ സേവനങ്ങൾ സ്വീകരിച്ചത്.
ശരാശരി 15 മിനിറ്റാണ് ഓരോ ആളുടെയൊപ്പം ഇവർ ചെലവഴിച്ചത്. 45 മിനിറ്റ് വരെ ചെലവഴിച്ചവരുമുണ്ട്. ശരാശരിയാണ് ഈ 15 മിനിറ്റ്. രോഗബാധിതരായ ഹെയർ സ്റ്റൈലിസ്റ്റുകളുമായി അടുത്തിടപഴകിയവരാണ് ഇവരെല്ലാം. പക്ഷേ ഈ 139 പേർക്കും രോഗം വന്നില്ല. അതിനുള്ള കാരണമായി പഠനത്തിൽ പറയുന്നത് ഹെയർ സ്റ്റൈലിസ്റ്റുകളും മുടി വെട്ടാനെത്തിയവരും കൃത്യമായി മാസ്ക് ധരിച്ചിരുന്നു എന്നതാണ്. അവരിൽ പകുതി പേരും ധരിച്ചത് സാധാരണ തുണി മാസ്കുകളാണ്. ബാക്കി ഏറെ പേരും 3 ലെയർ മാസ്കാണ് ധരിച്ചത്. ഇതിന് മറ്റൊരു വശം കൂടിയുണ്ട്. ഇതിലൊരു ഹെയർ സ്റ്റൈലിസ്റ്റിൻ്റെ കുടുംബത്തിന് മുഴുവൻ രോഗബാധയുണ്ടായി. അത് വീട്ടിലെത്തിയതിന് ശേഷം മാസ്ക് മാറ്റി വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അവിടെ കുടുംബാംഗങ്ങൾക്ക് രോഗബാധയുണ്ടായി. അദ്ദേഹത്തിൻ്റെ കൂടെ ജോലി സ്ഥലത്ത് കഴിഞ്ഞവർക്ക് അദ്ദേഹത്തിനും മറ്റുള്ളവർക്കും മാസ്ക് ഉണ്ടായതുകൊണ്ട് രോഗബാധ മറ്റുള്ളവരിലേക്ക് പകർന്നില്ല. അപ്പോൾ ഇതിൽ നിന്നും വ്യക്തമാകുന്നത് അടുത്തിടപഴകുന്ന ഘട്ടങ്ങളിൽ കൃത്യമായി മാസ്ക് ധരിച്ചാൽ രോഗം പടരുന്നത് ഏറെക്കുറെ പൂർണ്ണമായി തടയാനാകും എന്നതാണ്. ഈയൊരു ചെറിയ മുൻകരുതൽ നടപടി വലിയ വിപത്തിൽ നിന്ന് നമ്മെ പ്രതിരോധിക്കുമെങ്കിൽ ആ പ്രതിരോധവുമായി മുന്നോട്ടു പോകുന്നതല്ലേ ബുദ്ധി. ഇക്കാര്യത്തിൽ പരസ്പരം പ്രേരിപ്പിക്കാനും കഴിയണം. എല്ലാവരും മാസ്ക് ധരിക്കുക എന്നത് വളരെ പ്രധാനമാണ്. മാസ്ക് ധരിക്കാത്ത 4944 സംഭവങ്ങൾ സംസ്ഥാനത്ത് ഇന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ക്വാറന്റൈൻ ലംഘിച്ച 12 പേർക്കെതിരെ ഇന്ന് കേസ് രജിസ്റ്റർ ചെയ്തു. ഇതോടൊപ്പം ഒരു കാര്യം, ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം വലിയ നേട്ടങ്ങളുണ്ടായിട്ടുള്ള ഒരു മേഖലയാണ് വൈദ്യുതി മേഖല. എടമൺ കൊച്ചി പവർ ഹൈവേ അടക്കം ഈ രംഗത്ത് വലിയ വികസന പ്രവർത്തനങ്ങളാണ് നടന്നത്. കേരളത്തിൻ്റെ വർദ്ധിച്ചു വരുന്ന വൈദ്യുതി ആവശ്യകത മുന്നിൽ കണ്ടുകൊണ്ട് നമ്മുടെ വൈദ്യുതി ഇറക്കുമതി ശേഷി വർദ്ധിപ്പിക്കുന്നതിൽ ഈ സർക്കാർ മുൻകൈയെടുത്ത് നടപ്പാക്കുന്ന മറ്റൊരു പ്രധാന പദ്ധതിയാണ് HVDC ലൈനും സബ്സ്റ്റേഷനും. തമിഴ്നാട്ടിലെ പുഗലൂർ നിന്ന് തൃശ്ശൂർ മാടക്കത്തറയിലേക്ക് നിർമ്മിക്കുന്ന HVDC ലൈനും സബ്സ്റ്റേഷനും ഈ ഒക്ടോബർ മാസത്തിൽ പൂർത്തിയാകും. പ്രസരണ നഷ്ടം പരമാവധി കുറച്ച് വൈദ്യുതി കൊണ്ടുവരുന്നതിന് HVDC സാങ്കേതികവിദ്യ ഫലപ്രദമാണ് എന്ന് കണ്ടുകൊണ്ടാണ് ഈ പദ്ധതി വിഭാവനം ചെയ്തത്. കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ പവർ ഗ്രിഡ് കോർപ്പറേഷന്റെ നേതൃത്വത്തിലാണ് പദ്ധതി നടപ്പാക്കുന്നത്. സാധാരണ ഇത്തരം പദ്ധതികൾക്കെതിരെ പലതരത്തിലുള്ള എതിർപ്പുകൾ ഉണ്ടാവാറുണ്ട്. ഏറ്റെടുക്കുന്ന ഭൂമിക്ക് സ്പെഷ്യൽ പാക്കേജ് നടപ്പാക്കി നഷ്ടപരിഹാരം ഉറപ്പാക്കി ജനങ്ങളെ വിശ്വാസത്തിലെടുത്താണ് സമയബന്ധിതമായി ഈ പദ്ധതി മുൻപോട്ട് പോകുന്നത്. 2018 മെയ് മാസത്തിലാണ് പദ്ധതിയുടെ നിർമ്മാണം ആരംഭിച്ചത്. 138 കിലോമീറ്റർ ഓവർഹെഡ് ലൈനും 27 കിലോമീറ്റർ UG കേബിളുമാണ് 320 kV DC ലൈനിലുള്ളത്. 90% ജോലികളും ഇപ്പോൾ പൂർത്തിയായി. COVID-19 നിർമ്മാണ പ്രവർത്തനങ്ങളുടെ വേഗതയെ ബാധിച്ചിട്ടുണ്ടെങ്കിലും 2020 ഒക്ടോബറോടെ ഇത് പൂർത്തിയാക്കാനാകും. സബ്സ്റ്റേഷൻ നിർമ്മാണം ഏറെക്കുറെ പൂർത്തിയായിട്ടുണ്ട്. ഒക്ടോബറിൽ ലൈൻ ചാർജ് ചെയ്യുന്നതോടെ സബ്സ്റ്റേഷൻ പ്രവർത്തന സജ്ജമാകും. ആകെ 1474 കോടി രൂപ ചെലവ് വരുന്ന ഈ പദ്ധതിയിലൂടെ കേരളത്തിലേക്ക് 2000 മെഗാവാട്ട് വൈദ്യുതി എത്തിക്കാൻ കഴിയും. ഈ സർക്കാർ കാലത്ത് ആരംഭിച്ച് ഈ സർക്കാർ കാലത്ത് തന്നെ പൂർത്തിയാക്കുന്ന ഒരു ബൃഹത് പദ്ധതിയാണ് ഇത്.
ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് പങ്കുവെക്കാനുള്ളത്. ഈ പൂന്തുറ പുല്ലുവള ഭാഗങ്ങളിൽ സമൂഹ വ്യാപനം ഉണ്ടായ സംഭവിച്ചു. അപ്പോൾ ഈ അടുത്ത പ്രദേശങ്ങൾ നഗരത്തോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളാണ്, അങ്ങോട്ടേക്ക് ഇത് വ്യാപിക്കാനുള്ള സാധ്യതയില്ല. ഈ സമൂഹ വ്യാപനം നേരിടാൻ ഏത് തരത്തിലുള്ള നടപടികളാണ് സ്വീകരിക്കുന്നത്? സമൂഹവ്യാപനം ആ ഭാഗത്തുണ്ടാകുമ്പോൾ മറ്റു പ്രദേശങ്ങളും നല്ല കരുതലോടെ ഇരിക്കേണ്ടതായിട്ടുണ്ട്. ഇതിലാദ്യം നാം ചെയ്യുന്നത് അവിടെ തന്നെ നല്ല രീതിയിൽ കണ്ടെയ്ൻമെൻറ്റ് നിലനിർത്തുക എന്നുള്ളതാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് നേരത്തെ ഞാൻ പറഞ്ഞ തീരദേശ മേഖലയാകെ 3 സോണുകളാക്കി തിരിച്ചുകൊണ്ടുള്ള കൺട്രോൾ റൂമും മറ്റ് പ്രവർത്തനങ്ങളും സജ്ജമാക്കുന്നത്. ഇതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചാരം ഒഴിവാക്കുക എന്നത് വളരെ പ്രധാനമാണ്. ഇങ്ങോട്ട് സിറ്റിയിലേക്ക് വരുന്നതും ഇവിടുന്ന് അങ്ങോട്ട് പോകുന്നതും ഒഴിവാക്കേണ്ടതായിട്ടുണ്ട്. തീരദേശത്ത് പരസ്പരം സഞ്ചരിക്കാറുണ്ട്, അതും ഒഴിവാക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിനാവശ്യമായ ബോധവൽക്കരണവും ഇതിനോടൊപ്പം തന്നെ നടത്തുന്നതിനാണ് ഉദ്ദേശിക്കുന്നത്. മറ്റു പ്രദേശങ്ങളിൽ കൂടുതൽ നിയന്ത്രണങ്ങൾ ഉണ്ടാകുമോ? അതാണ് തീരദേശത്തെ സോണുകളായി തിരിച്ചു, അതുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ബഫർ സോണുകളായി വരുന്ന തിരുവനന്തപുരം നഗരത്തിൽ നിയന്ത്രണങ്ങൾ ഉണ്ടാകുമോ? എല്ലാം മൊത്തമായി ലോക്ക്ഡൗൺ ഉണ്ടാകുമെന്നാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്. അത് മൊത്തമായി ലോക്ക്ഡൗണിലേക്ക് പോകാനല്ല ഇപ്പോൾ തയ്യാറാകുന്നത്. ഈ തരത്തിൽ ഈ ക്ലസ്റ്ററുകൾ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നമ്മൾ നടപടികൾ സ്വീകരിക്കുന്നത്. അതിലൂടെ നിയന്ത്രിക്കാൻ കഴിയുമോ എന്ന് നോക്കി അതിലൂടെ നിയന്ത്രിക്കാൻ കഴിയണമെന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. കേരളത്തിൽ ഉടനീളം ഈ ഒരു ആശങ്ക നിലനിൽക്കുകയല്ലേ? പൂന്തുറയിലേക്ക് ഇപ്പോൾ പോലീസുകാരും അതുപോലെ തന്നെ ആരോഗ്യ പ്രവർത്തകരെല്ലാം കൂടുതൽ പോവുകയും ചെയ്യുന്നുണ്ട്. അവർക്ക് എന്തെങ്കിലും കൂടുതൽ ഈ നിയന്ത്രണങ്ങൾ അല്ലെങ്കിൽ അവരുടെ സുരക്ഷയ്ക്ക് വേണ്ടി കൂടുതൽ കരുതൽ വല്ലതും എടുക്കുന്നുണ്ടോ? തീർച്ചയായും അവർ ആവശ്യമായ സുരക്ഷാ ക്രമീകരണങ്ങൾ പാലിച്ചുകൊണ്ടാണ് പോവുക. എന്നാൽ ഇത്തരം ഒരു ഘട്ടത്തിൽ രോഗവ്യാപന സാധ്യതയുണ്ട് എന്ന് നാം കണ്ടുകൊണ്ട് തന്നെയാണ് കാര്യങ്ങൾ നീക്കുന്നത്. അതിനാവശ്യമായ എല്ലാ കാര്യങ്ങളും പ്രതിരോധ നടപടികളും സ്വീകരിച്ചുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഇന്നൊരു ആത്മഹത്യ ലിസ്റ്റിൽ വരില്ല എന്ന് പറഞ്ഞു. അപ്പോൾ കോഴിക്കോട് മരിച്ച ഒരു കൃഷ്ണൻ ആത്മഹത്യ ചെയ്തതാണ്, അത് ലിസ്റ്റിൽ ഉൾപ്പെടുത്തുകയും ചെയ്തു. അതെങ്ങനെയായിരുന്നു? അതായത് ആത്മഹത്യ ചെയ്തത് സാധാരണഗതിയിൽ ഇതിൽ ഉൾപ്പെടുത്തേണ്ടതല്ല. ആത്മഹത്യ ചെയ്തത് അദ്ദേഹം ചികിത്സ നടന്ന് രക്ഷപ്പെടേണ്ട ആളാണല്ലോ. അപ്പോൾ രക്ഷപ്പെടാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല, അദ്ദേഹം ആത്മഹത്യ ചെയ്തുകൊണ്ട് അതിനവസരമുണ്ടായില്ല. അപ്പോൾ അത് സാധാരണഗതിയിൽ പൊതുവിൽ അംഗീകരിച്ചിട്ടുള്ള പ്രോട്ടോക്കോൾ അനുസരിച്ച്, നമ്മളെ മാത്രമല്ല പൊതുവെ അംഗീകരിച്ചിട്ടുള്ള പ്രോട്ടോക്കോൾ അനുസരിച്ച് പെടുത്തേണ്ടതല്ല. അന്ന് ഒരബദ്ധം പറ്റിയെന്ന് കണ്ടാൽ മതി, അതാണ്. CM, ഇപ്പോൾ ഈ പ്രതിദിനം രോഗം സ്ഥിരീകരിക്കുന്നവരുടെ എണ്ണം 700 കടക്കുകയാണ്. ഏതാണ്ട് ഇപ്പോൾ ഇന്നത്തെ കണക്ക് 800-ന് അടുത്തെത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ഈ രോഗബാധിതർക്ക് സംസ്ഥാനത്തെ ആശുപത്രികളിൽ ഇപ്പോഴത്തെ സാഹചര്യം അനുസരിച്ച് വേണ്ടത്ര കിടക്കുകൾ ഉണ്ടാകാൻ ഇടയില്ലല്ലോ. ഇങ്ങനെ എല്ലാ വരും ദിവസങ്ങളിലും ഇതേ സംഖ്യയാണെങ്കിൽ, അങ്ങനെയെങ്കിൽ ഈ ഗുരുതര രോഗം ബാധിച്ചവരെ മാത്രം ആശുപത്രികളിലേക്ക് കൊണ്ടുവരിക, മറ്റുള്ളവർ ഹോം ക്വാറന്റൈൻ, റൂം ക്വാറന്റൈൻ എന്നുള്ള നിലയിലേക്ക് ഒരു തയ്യാറെടുപ്പുകൾ ഉണ്ടാകുമോ ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തുനിന്ന്? അല്ല, ഇതിലിപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് ആദ്യഘട്ടത്തിൽ ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെൻറ്റ് സെൻ്ററുകളുണ്ട്, അവിടെ കിടക്കുക എന്നുള്ളതാണ്. അത്തരം ആളുകൾ ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെൻറ്റ് സെൻറ്റർ എന്ന് പറയുമ്പോൾ ആവശ്യമായ ഡോക്ടർമാരവിടെ ഉണ്ടാവും, പരിചരിക്കാനുള്ള നഴ്സുമാരും ഉണ്ടാവും, മറ്റ് ആരോഗ്യ പ്രവർത്തകരും ഉണ്ടാവും. അതൊരു ആശ്വാസമാണ് അത്തരം ആളുകൾക്ക്. അതാണ് ആദ്യഘട്ടമായിട്ട് ഇപ്പോൾ നമ്മൾ സ്വീകരിച്ചിട്ടുള്ളത്. അവിടുന്ന് മറ്റ് ആശുപത്രികളിലേക്ക് മാറ്റേണ്ട സ്ഥിതി വരുമ്പോൾ സ്വാഭാവികമായും അവരെ ആശുപത്രികളിലേക്ക് മാറ്റും. അതിപ്പോൾ നമുക്ക് ഒതുക്കാൻ പറ്റാത്ത അവസ്ഥയില്ല, നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്ന നിലയിൽ തന്നെയാണ് ഇപ്പോൾ ഉള്ളത്. ഇത് വല്ലാത്ത വ്യാപനം വന്നാലാണ് മറ്റു ചില നഗരങ്ങളിലൊക്കെ സംഭവിച്ചതുപോലെയുള്ള മോശമായ അന്തരീക്ഷത്തിലേക്ക് പോവുക. ആ സ്ഥിതിയിലേക്ക് ഇപ്പോൾ പെട്ടെന്നൊന്നും പോകില്ല. നമ്മൾക്ക് ഇത് ഓരോ ഘട്ടത്തിലുമുള്ള സാഹചര്യം നമ്മൾ നേരത്തെ കണ്ടതാണ്, പ്രതീക്ഷിച്ചതാണ്. ഈ സാഹചര്യം വരാനിടയുണ്ട് എന്ന് കണ്ടുകൊണ്ടാണ് നേരത്തെ മുതൽക്കേ ഇതിനെപ്പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ അതൊക്കെ വെറുതെ പറയുന്നതാണ് എന്ന് ചിലർ ചിത്രീകരിക്കാൻ ശ്രമിച്ചൊരു നിർഭാഗ്യകരമായ അവസ്ഥയുണ്ട്. പക്ഷേ മെല്ലെ മെല്ലെ നമ്മളിപ്പോൾ നിങ്ങൾ പറഞ്ഞതുപോലെ 800-നടുത്ത് എത്തി നിൽക്കുകയാണ്. ഇനി 800-നപ്പുറം കടക്കാൻ ചെറിയ നമ്പറേ വേണ്ടൂ എന്നർത്ഥം. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് നമ്മളിപ്പോൾ എത്തി നിൽക്കുകയാണ്. അത് സ്വാഭാവികമായിട്ടുള്ളൊരു കാര്യമാണ്. ഇത് നേരത്തെ പ്രതീക്ഷിച്ചൊരു കാര്യമാണ്.
നമ്മൾ ഈ ഘട്ടത്തിലും സംഭ്രമത്തിന് അടിപ്പെടാതെ ജാഗ്രതയോടെ ഇരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. പൂർണ്ണമായ സഹകരണം ജനങ്ങളിൽ നിന്നുണ്ടാവുക എന്നുള്ളതാണ് പ്രധാനം. തെറ്റിദ്ധാരണകൾ പ്രചരിപ്പിക്കുന്ന കാര്യങ്ങൾ ഉപേക്ഷിക്കുക. ആരോഗ്യമേഖല, ആരോഗ്യ പ്രവർത്തകർ നല്ല രീതിയിലുള്ള നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട്. അത് മുഴുവനായിട്ട് പാലിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കുക. ഇത് മുഴുവൻ ആളുകളും കൂടി ഒന്നിച്ച് സഹകരിച്ച് പ്രതിരോധിക്കേണ്ട ഒരു കാര്യമാണ്. ഓരോ നാടും നാട്ടുകാരും അതിന് സന്നദ്ധമാവുക എന്നതാണ് വേണ്ടത്. ചില ജില്ലകളിൽ പ്രത്യേകിച്ച് പത്തനംതിട്ടയൊക്കെ ഈ ആളുകളെ ടെസ്റ്റിന് കൊണ്ടുപോകുന്നത്, വിദേശത്ത് നിന്ന് വന്ന് ക്വാറന്റൈൻ കഴിയുന്ന ആളുകളെ ടെസ്റ്റിന് കൊണ്ടുപോകുന്നതൊക്കെ ഒരു ആംബുലൻസിൽ നിരവധി ആളുകളെ, അപ്പോൾ ഈ രോഗമുള്ളവരും രോഗമില്ലാത്തവരും ഒക്കെ ഒരുമിച്ച് ഈ ആംബുലൻസിൽ യാത്ര ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. മാത്രമല്ല ഒരു ട്രിപ്പ് കഴിഞ്ഞത് അണുമുക്തമാക്കുന്നു ഇല്ല എന്നുള്ള പരാതിയുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു കാര്യത്തിൽ എന്തെങ്കിലും ഒരു നടപടി എടുക്കാൻ കഴിയുമോ? കാരണം ഒരു ആംബുലൻസ് തന്നെ ഒരുപാട് ആളുകളെ കൊണ്ടുപോവുകയാണ്. ഇപ്പോൾ സാധാരണ ബസ്സുകൾ പോലും അണുമുക്തമാക്കണമെന്നാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അങ്ങനെ യാത്ര കഴിഞ്ഞാൽ, ഒരു ട്രിപ്പ് കഴിഞ്ഞാൽ അണുമുക്തമാക്കുന്ന നില വേണമെന്നുള്ളതാണ്. അപ്പോൾ സാധാരണഗതിയിൽ ആ നടപടിയാണ് സ്വീകരിച്ചു പോകുന്നത്. ഏതെങ്കിലും ഒറ്റപ്പെട്ട സംഭവങ്ങൾ വ്യത്യസ്തമായി ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് പ്രത്യേകമായിട്ട് തന്നെ നമുക്ക് പരിശോധിക്കുകയും തിരുത്തുകയും ചെയ്യാം. ഏതായാലും എല്ലാവരെയും ഒന്നിച്ചു കൊണ്ടുപോവുക എന്നുള്ളതല്ല, പ്രത്യേകമായിട്ട് തന്നെ കൈകാര്യം ചെയ്യുക എന്നുള്ളതാണ്. രോഗികളായിട്ടുള്ളവരാണെങ്കിൽ ഒന്നിച്ചു കൊണ്ടുപോകുന്നതിൽ തെറ്റില്ല. അല്ലാതെ രോഗമുള്ളവരെയും രോഗമില്ലാത്തവരെയും ഒന്നിച്ചു കൊണ്ടുപോകുന്ന അവസ്ഥ ഉണ്ടാവില്ല. CMA പുല്ലുവിളയും പൂന്തുറയും പോലെ സമൂഹ വ്യാപനത്തിന്റെ വക്കിൽ നിൽക്കുന്ന മറ്റേതെങ്കിലും പ്രദേശങ്ങൾ സംസ്ഥാനത്തുണ്ടോ? മാത്രമല്ല, ഈ പ്രദേശങ്ങൾ മാത്രമല്ല, ഇപ്പോൾ ആശുപത്രികളിലേക്കും ഈ രോഗവ്യാപനം കൂടുതൽ എത്തുകയാണ്. അതായത് മെഡിക്കൽ കോളേജിൽ ഇന്നലെ ഡോക്ടർമാർക്ക് രോഗം പിടിപെടുന്നു, അവിടുത്തെ സർജറി വാർഡ് അടക്കേണ്ടി വരുന്നു, RCCയിൽ രോഗം വരുന്നു, തിരുവനന്തപുരത്ത് ഒരു പ്രധാനപ്പെട്ട സ്വകാര്യ ആശുപത്രിയിൽ നിന്ന് രോഗം റിപ്പോർട്ട് ചെയ്യുന്നു. ആ ഒരു സാഹചര്യത്തിൽ എത്രത്തോളം ഈ ആശുപത്രികളിലേക്ക് രോഗം പടരുന്നത് എത്രത്തോളം ആശങ്കപ്പെടുത്തുന്നുണ്ട്? ഇതൊരു മഹാമാരി എന്നതുകൊണ്ട് തന്നെ ഇതൊക്കെ ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ്. പക്ഷേ ഇതിനു മുന്നിൽ നമ്മൾ സ്തംഭിച്ച് നിന്നിട്ട് കാര്യമില്ല. ഈ മഹാമാരി അതിൻ്റേതായ രീതിയിൽ അഴിഞ്ഞാടാൻ ശ്രമിക്കും. അതാണ് നമുക്ക് ഫലപ്രദമായി തടയാൻ സാധിച്ചിരുന്നത്. ആ തടയാൻ സാധിച്ചത് നമ്മുടെ കൃത്യമായ പ്രതിരോധ നടപടികളിലൂടെയാണ്. ആ നടപടി നമ്മൾ തുറന്നു പോകേണ്ടതായിട്ടുണ്ട്. നല്ല ജാഗ്രത നമ്മൾ തുടരുക, ശാരീരിക അകലം പാലിക്കുക, മാസ്ക് ധരിക്കുക, ബ്രേക്ക് ദ ചെയിൻ അതിൻ്റെ രീതിയിൽ തന്നെ നടപ്പാക്കുക. എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചു പോയാൽ നമുക്കിത് നല്ല രീതിയിൽ തന്നെ തടഞ്ഞു നിർത്താൻ കഴിയും. രോഗവ്യാപനം എവിടെയെന്ന് ചോദിച്ചാൽ എവിടെയുമാകാം. എന്നാൽ ഏത് പ്രദേശത്തിനും രോഗവ്യാപനം തടയാനും കഴിയും. ഇത്തരം പ്രതിരോധ നടപടികൾ ഫലപ്രദമായി സ്വീകരിച്ചാൽ നമുക്ക് നല്ല രീതിയിൽ തടുത്തു നിർത്താനാകും. ഇപ്പോൾ നേരത്തെ വലിയ തോതിൽ ആശങ്കയുണ്ടാക്കിയ ഒരു സ്ഥലമായിരുന്നു പാലക്കാട്. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് പാലക്കാട് നിന്ന് കിട്ടുന്ന റിപ്പോർട്ട് എന്താ? അവിടുത്തെ സമ്പർക്ക വ്യാപനത്തിൽ വലിയ കുറവുണ്ട്. അപ്പോൾ ചില മേഖലകൾ നല്ല ആശ്വാസകരമായ വാർത്തകൾ ഇതോടൊപ്പം വരുന്നുണ്ട്, ചിലയിടങ്ങൾ വർദ്ധിച്ചും വരുന്നുണ്ട്. അപ്പോൾ അവിടങ്ങളിൽ കൂടുതൽ ജാഗ്രത പാലിക്കാൻ നമ്മൾ സന്നദ്ധമാവുക എന്നതാണ് വേണ്ടത്. ആശുപത്രികളുടെ കാര്യം ഈ പറഞ്ഞ നിർഭാഗ്യകരമായൊരവസ്ഥയുണ്ട്. ചിലയിടങ്ങളിൽ ആശുപത്രിയിലെ ഡോക്ടർമാരും അതേപോലെ മറ്റ് ആരോഗ്യ പ്രവർത്തകരും സ്റ്റാഫും നഴ്സുമൊക്കെ ഇതിന് രോഗത്തിന് അടിപ്പെടുന്ന അവസ്ഥ വന്നിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി കൂടുതൽ കരുതൽ നടപടികൾ സ്വീകരിച്ചു പോവുകയാണ്. അതുപോലെ ഈ ആശുപത്രിയുടെ ഡോക്ടർമാരുടെ കാര്യം പറഞ്ഞതാണ്. ഈ താലൂക്ക് ആശുപത്രികളിലും ജില്ലാ ആശുപത്രികളിലും റിട്ടയർ ചെയ്ത കക്ഷികൾ താൽക്കാലിക അടിസ്ഥാനത്തിൽ ജോലി നോക്കുന്നുണ്ട്. പ്രായം കൂടിയവരും ജീവിതശൈലി രോഗം പിടിപെട്ട ഡോക്ടർമാരും ഒക്കെ ഉണ്ട്. അപ്പോൾ അവർക്ക് ഈ കോവിഡ് ബാധിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അവരുടെ ഡ്യൂട്ടി അറേഞ്ച് ചെയ്യുന്ന കാര്യത്തിൽ അല്ലെങ്കിൽ അവരെ ഈ ഡ്യൂട്ടിയിൽ നിന്ന് ഒഴിവാക്കുന്ന കാര്യത്തിൽ എന്തെങ്കിലും നടപടി ഉണ്ടാവുമോ? അത്തരം ആളുകൾ സാധാരണഗതിയിൽ ആവശ്യമായ എല്ലാ സംരക്ഷണത്തോടും കൂടി തന്നെയാണ് ജോലി ചെയ്യുക. പിന്നെ കോവിഡ് ബാധിതരായിട്ടുള്ളവരെ ചികിത്സിക്കുന്നത് ഈ പറയുന്ന ഗണത്തിൽപ്പെട്ടവരാണെന്ന് തോന്നുന്നില്ല. പ്രത്യേകമായി തന്നെ ഉള്ള ഡോക്ടർമാരും മറ്റുമാണ്. ഏതായാലും അത് പ്രത്യേകമായിട്ട് തന്നെ ആരോഗ്യവകുപ്പ് ശ്രദ്ധിക്കും. ഈ പിരിഞ്ഞു പോയിട്ടുള്ള റിട്ടയർ ചെയ്തിട്ടുള്ള ആളുകളുടെ സേവനം നമുക്ക് നല്ലതുപോലെ വേണം. അവരത് മാത്രമല്ല, ഇപ്പോൾ ജോലിക്ക് അവസരം ലഭിക്കാത്ത ക്വാളിഫൈഡ് ആയിട്ടുള്ള ധാരാളം ആളുകൾ നമ്മുടെ നാട്ടിൽ ചിലപ്പോൾ ഉണ്ടാകും. അവരെല്ലാം ഈ ഘട്ടത്തിൽ സ്വയമേവ തന്നെ മുന്നോട്ട് വരണം. കാരണം നമ്മുടെ ഈ ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെൻറ്റ് സെൻറ്റർ എന്ന് പറയുന്നിടത്തെല്ലാം ഡോക്ടറും നഴ്സും മറ്റാളുകളും വേണം. അപ്പോൾ അത്തരം ആളുകളെല്ലാം ഈ ഘട്ടത്തിൽ സ്വയമേവ മുന്നോട്ട് വരികയാണ് വേണ്ടത്. അതേപോലെ തന്നെ ഡോക്ടറായി സേവനം നടത്തുന്നവർ, നേഴ്സായി സേവനം നടത്തുന്നവർ, അവർക്ക് പലയിടങ്ങളിലും ഇപ്പോൾ ജോലി ഉണ്ടാവും. എന്നാൽ
ആ ജോലി ഇന്നത്തെ പ്രത്യേക സാഹചര്യത്തിൽ വേണ്ടത്ര ഉണ്ടാവില്ല ചിലപ്പോൾ. അത്തരം ആളുകളും ആരോഗ്യവകുപ്പുമായി സഹകരിച്ച് ഈ രംഗത്തേക്ക് പ്രവർത്തിക്കാൻ സജ്ജരായി മുന്നോട്ട് വരികയാണ് വേണ്ടത്. 16,000 സാമ്പിളാണ് ദിവസവും എടുത്തുകൊണ്ടിരിക്കുന്നത്. ഈ സമൂഹ വ്യാപനം ഉണ്ടായ മേഖലകളിൽ എല്ലാവരെയും പരിശോധിക്കാൻ വേണ്ടി ആലോചിക്കുന്നുണ്ടോ? കൂടുതൽ സാമ്പിളുകൾ എടുത്ത് പരിശോധിക്കാൻ തീരുമാനിക്കുന്നു? ആവശ്യമായ നടപടികൾ സ്വീകരിക്കുക തന്നെ ചെയ്യും അത്തരം സ്ഥലങ്ങളിൽ. അതിൻ്റെ ഭാഗമായിട്ടാണല്ലോ കണ്ടെത്തിയത്. ആ നടപടികൾ ആവശ്യമായത് സ്വീകരിക്കും. CM ഇപ്പോൾ എന്തായാലും വളരെ ആശങ്കയുള്ള സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത് കോവിഡിന്റെ കാര്യത്തിൽ. പക്ഷേ ഈ സാഹചര്യത്തിലും ഇപ്പോഴും പ്രതിപക്ഷം ചില കാര്യങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. അത് കൃത്യമായി ഇന്നും പ്രതിപക്ഷ നേതാവ് വാക്കുകളിലൂടെ സർക്കാരിനെ മുഖ്യമന്ത്രിയും വിമർശിക്കുകയാണ്. തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് എല്ലാ കാര്യങ്ങളും പ്രതിപക്ഷ നേതാവ് പറയുന്നതെന്നാണ് പ്രതിപക്ഷ നേതാവ് പറയുന്നത്. മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം പറഞ്ഞു, എന്ത് പറഞ്ഞാലും തെളിവ് വേണം, ഉറപ്പ് വേണമെന്ന് പറഞ്ഞു. ഇപ്പോഴെങ്കിലും മുഖ്യമന്ത്രിക്ക് മനസ്സിലായോ എല്ലാം ഉറപ്പിന്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്? അതിന്റെ പശ്ചാത്തലം പ്രിൻസിപ്പൽ സെക്രട്ടറിയെ സസ്പെൻഡ് ചെയ്തതാണ്. അല്ല, അതിൻ്റെ കാര്യങ്ങൾ ഇന്നലെ ഞാൻ പറഞ്ഞതാണ്. ഇനിയിപ്പോൾ വീണ്ടും പറയേണ്ട കാര്യമില്ല. CM ഇന്ന് ഈ ശിവശങ്കറെ സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള ഒരു ഉത്തരവ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ആ ഉത്തരവില് പറയുന്നുണ്ട് ഈ സ്വപ്ന സുരേഷിനെ നിയമിക്കാൻ അദ്ദേഹം ശുപാർശ നൽകിയെന്നാണ് പറയുന്നത്. നേരത്തെ മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ മറ്റുള്ള ആളുകളും പറയുന്നതിന് വിപരീതമായിട്ട് അദ്ദേഹം നേരിട്ട് ഇടപെട്ടു എന്നാണ് ആ ഉത്തരവിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്. അതിനാണല്ലോ അന്വേഷണത്തിന് ഏർപ്പാട് ചെയ്തത്. അന്വേഷണത്തിൻ്റെ ഭാഗമായി അവർ കണ്ടെത്തിയ വസ്തുതകളുടെ അടിസ്ഥാനത്തിലാണല്ലോ റിപ്പോർട്ട്. അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടാണല്ലോ കാര്യങ്ങൾ പുറത്തു വരിക. അന്വേഷണത്തിൻ്റെ ഭാഗമായി അവർ കണ്ടെത്തിയ വസ്തുക്കൾ പുറത്തു വന്നിട്ടുണ്ട്. അതല്ലേ CM ഈ കോവിഡിന്റെ ഒരു കാര്യമാണ്. അതായത് ഈ തിരുവനന്തപുരത്ത് ഇപ്പോൾ ഒരാളുടെ ഒരു മാധ്യമപ്രവർത്തകനെയാണ്, അയാൾക്ക് പനി വന്നു, ടെസ്റ്റ് സ്വാബ് എടുത്തു. അയാളുടെ 9 ദിവസം 10 ദിവസമായി ഇതുവരെയും റിസൾട്ട് വന്നിട്ടില്ല. റിസൾട്ടിന് വെയിറ്റ് ചെയ്യുകയാണ്. ഇത്രയും കാലതാമസം എങ്ങനെയാണ് ഈ ടെസ്റ്റ് റിസൾട്ട് കിട്ടാൻ വരുന്നത്? ടെസ്റ്റ് റിസൾട്ടിന് സാധാരണഗതിയിൽ അത്ര കാലതാമസം വേണ്ടതായിട്ടില്ല. എന്താണെന്ന് പ്രത്യേകമായിട്ട് പരിശോധിക്കണത്. സാധാരണഗതിയിൽ അത്ര കാലതാമസം വരില്ല. തീരദേശത്തെ ഒരു പ്രശ്നമാണ്. അതായത് ഈ കഴിഞ്ഞ 5 മാസമായിട്ട് അവർക്ക് കൃത്യമായി തൊഴിൽ ചെയ്യാൻ പറ്റുന്നില്ല. അതുപോലെ തന്നെ കാലാവസ്ഥാ മുന്നറിയിപ്പ്, ലോക്ക്ഡൌണിന്റെ പ്രശ്നങ്ങൾ. ഇപ്പൊ ഫുള്ളി ലോക്ക്ഡൌൺ ആയ സ്ഥിതിക്ക് അവർക്ക് ഈ ഇന്ധനത്തിന്റെ ഒരു സബ്സിഡി കുടിശ്ശിക 3 മാസമായിട്ട് കിട്ടാറുണ്ട്. അപ്പൊ അത് അവർക്ക് കിട്ടാനുള്ള എന്തെങ്കിലും വേഗത്തിൽ നടപ്പിലാക്കാൻ പറ്റുമോ? പിന്നെ അതുപോലെ തന്നെ ഈ ഏറ്റവും തീവ്രബാധിത മേഖലകളിൽ ഇപ്പൊ പൂന്തറ തന്നെ 400ഓളം സ്ത്രീകൾ ഈ മത്സ്യ വിപണനത്തിനായി പുറത്തേക്ക് പോകുന്നുണ്ട്. അതുപോലെ ഈ മേഖലകളിലെല്ലാം കൂടെ 1000-ലധികം സ്ത്രീകൾ മത്സ്യ വിപണനത്തിനായിട്ട് പോകുന്നുണ്ട്. അവർക്ക് ഈ കൈത്താങ്ങ് പോലെ എന്തെങ്കിലും ഒരു സഹായം ഈ ഘട്ടത്തിൽ സർക്കാരിന് ചെയ്യാൻ കഴിയുമോ? ആരെയും ഒരു ഘട്ടത്തിലും സർക്കാർ കൈയൊഴിയാറില്ലല്ലോ. എല്ലാവരെയും സഹായിക്കുക എന്നുള്ളതാണല്ലോ എപ്പോഴും സർക്കാർ സ്വീകരിച്ചുള്ള നിലപാട്. അതെന്താണ് പ്രശ്നം നോക്കി അതിനനുസരിച്ചുള്ള നടപടികൾ സ്വീകരിക്കും.